ദിയമോളുടെ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും മെസ്സേജും കുട്ടിയുടെ ഫോട്ടോയും ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, കുട്ടിയെക്കുറിച്ച് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ സർ? അതിനുള്ള സമയമായിട്ടില്ലല്ലോ ജഗൻ. മറ്റെല്ലാ കേസുകളും മാറ്റിവെച്ച് ദിയമോളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. എല്ലാ സ്റ്റേഷനുകളിലും മെസ്സേജ് എത്തി. എല്ലായിടത്തും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് സമയം വേണ്ടി വരും. വന്ദനയുടെ അവസ്ഥ കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് മോളെ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ കുട്ടിയുടെ അന്വേഷണം ഇത്രയും ഊർജിതമാക്കിയത്. അന്യ സംസ്ഥാനത്തേക്ക് കുട്ടിയെ കടത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. എല്ലാം ഫാസ്റ്റായി നടക്കുന്നുണ്ട് ജഗൻ. ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത് സാറേ? നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദിയമോളുടെ കാര്യം ഓർക്കുമ്പോ അതുവരെ ക്ഷമിക്കാനുള്ള സഹനശക്തിയൊന്നും എനിക്കില്ല ജഗൻ. ഓരോ നിമിഷം കഴിയും തോറും തളർന്നു പോവാ ഞാൻ. പിന്നെ എന്തു വേണമെന്ന് വന്ദന പറയുന്നത്? നമുക്ക് നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം നടത്തിക്കൂടെ? കുട്ടിയെ കണ്ടെത്താൻ എന്ത് സാഹസം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വെറുതെ അന്വേഷിച്ചാൽ പോരല്ലോ, ഒരു ലക്ഷ്യം കൂടി വേണം. ജഗൻ ചേട്ടാ. ഗസലേ, ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കാണാനില്ല. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നമ്മുടെ പിള്ളേർക്കെല്ലാം ആ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ മുക്കും മൂലയും ഒന്ന് അരിച്ചു പെറുക്കാൻ പറയണം. ശരി ചേട്ടാ. അളിയ രാഹുലേ, പറയട്ടാ. നമ്മുടെ ഫോണിലെ ഗ്രൂപ്പിൽ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജഗൻ ചേട്ടന് വേണ്ടപ്പെട്ട കുട്ടിയാ. ഇപ്പൊ ആ കുട്ടി മിസ്സിംഗാ. എവിടെ ഉണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണമെന്നാ ജഗൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ വേറെ ഗ്രൂപ്പിലേക്കും കൂടെ ഫോട്ടോ സെൻഡ് ചെയ്തേക്ക്. ശരി ചേട്ടാ. ചാമ്പിയേക്കാം. തീമോളെ തട്ടിക്കൊണ്ടുപോയതിൽ വന്ദനയ്ക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ആദ്യ അന്വേഷണം അവിടെ നിന്ന് തുടങ്ങാം. ഏതായാലും നമ്മുടെ പിള്ളേരുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ. അമ്മേ ഭഗവതി, എന്ത് പരീക്ഷണ ഇതൊക്കെ! എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞങ്ങളോട് ഇങ്ങനെ? ദൈവമോൾ എവിടെയാണെന്ന് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വന്ദനിക്കും ജഗനും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണേ ഭഗവതി. എന്റെ വന്ദനമോളുടെ ജീവനാ കുഞ്ഞ്. ദൈവമോൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോള്. അമ്മേ ഭഗവതി, കാത്തോണേ. അമ്മേ ഭഗവതി. ഈശ്വര, ദീമോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യല്ലോ. ഹരിതേ, നീ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. മനോജ, അത് ഒരു അമ്മ പ്രസവിച്ച കുഞ്ഞ. മൊബൈൽ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ സഹിതം വന്നു തുടങ്ങി.
ഈശ്വര, കാൽ വയ്യാത്ത കുഞ്ഞാ. ഈ സ്കൂളുകാർക്കൊക്കെ എന്ത് ഉത്തരവാദിത്തം ഉള്ളത്? പൂർണ്ണ ഉത്തരവാദിത്തം അവർക്കുള്ളതല്ലേ? കുട്ടിയെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആളല്ലേ പ്രകാശേട്ടൻ. എന്നിട്ടെന്തിനാ ഇപ്പൊ അവളെ ഓർത്ത് സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. മോളിവിടെ ഉള്ളപ്പോൾ അവളെ വഴക്ക് പറഞ്ഞത് ഓർത്താ എനിക്ക് സങ്കടം. വഴക്ക് പറയുന്നവർക്ക് സ്നേഹമില്ലെന്ന് കരുതരുത്. പ്രകാശേട്ടൻ അവളെ വേണ്ടോളം സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മനോജെ, പ്രകാശേട്ടൻ ഒരു അച്ഛനാ. ദിയമോളെ ചിലപ്പോഴൊക്കെ വഴക്ക് പറയെങ്കിലും സ്നേഹമില്ലെന്ന് പറയരുത്. കാലിന് സുഖമില്ലാത്ത കുട്ടിയാ. ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? ആ, അവളെ ഭിക്ഷക്കാർ തട്ടിക്കൊണ്ടുപോയ കാര്യം വന്ദന പറഞ്ഞിട്ടുണ്ട്. ആ, അതോർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്തായി? ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും ഒക്കെ പോയി എന്നാ പറയുന്നത്. ഭിക്ഷ തെണ്ടുന്നവരുടെ അടുത്ത് പോയിട്ടും കുട്ടിയെ കണ്ടില്ലത്രേ. പന്തിനെ ഒന്നുകൂടി ഫോണിൽ വിളിച്ചു നോക്കാം. വേണ്ട ചന്ദ്രു, അവളിപ്പോ കുട്ടി അന്വേഷിച്ച് നടക്കായിരിക്കും. വിളിച്ച് വെറുതെ അവളെ ടെൻഷനാക്കണ്ട.